ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ അച്ഛന്റെ 80ാം പിറന്നാളും അതിന്റെ ഒപ്പം തന്നെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആഘോഷങ്ങളാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. ഇവിടെ ആകെ ബഹളാണ്, നല്ല തിരക്കൊക്കെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ അറിയാം. അപ്പൊ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കലും എന്താ പറയാ, കുറെ നാളുകൾക്ക് ശേഷമാണ് കുറെ പേര് അച്ഛനും അമ്മയൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന അതൊരു സെലിബ്രേഷൻ ആക്കാന്ന്. വയസ്സാകുമ്പോൾ നമുക്ക് പഴയ ആൾക്കാരെയൊക്കെ കാണുന്നതും ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ആഘോഷങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫാമിലിയെ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളും എൻ്റെ ഫാമിലി ആണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. അച്ഛൻ ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ചെയ്ത ആളാണ്. അമ്മ ടീച്ചറായിരുന്നു, HM ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ്റെ 80ാം പിറന്നാളും അച്ഛൻ്റെ അമ്മയുടെ 52ാം വിവാഹ വർഷവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അനിയനായ സേതുവേട്ടൻ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേക്ക് മുറിക്കാൻ പോവാ. എല്ലാവരും ഒന്ന് കൈയടിച്ചോളൂട്ടോ. സൗണ്ടിന് ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും, കാരണം നമ്മൾ മൈക്ക് വെച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. പെട്ടെന്നായിരുന്നു വേഗം കേക്ക് മുറിക്കാൻ നേരം പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്നാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ ഒരു പ്ലാനിങ്ങിലും കാര്യങ്ങൾക്കൊന്നും ഞാൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വേഗം കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ചത്. അപ്പോൾ അതേ പരസ്പരം 52 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഹൃദയം കൈമാറിയ പോലെ ഇപ്പതാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേക്കൊക്കെ കൊടുത്തു. ചെറിയ നാളൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. പിന്നെ അതാ എൻ്റെ രണ്ട് ഉണ്ണിയോളും കേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എപ്പോഴാണ് കേക്ക് മുറിക്കാൻ നോക്കി നിൽക്കുക. അവർക്ക് രണ്ടാൾക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കേക്ക് ചെയ്ത് തന്നത് എൻ്റെ റിലേറ്റീവ് കൂടിയായ കൃഷ്ണപ്രിയ ചേച്ചിയാണ് കേട്ടോ. നല്ല അടിപൊളി കേക്ക് ആയിരുന്നു. അത് മാത്രമല്ല, ഞാനൊരു തീം കേക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഡ്രസ് കോഡ് അനുസരിച്ചുള്ള ഒരു തീമിലാണ് ആ ചേച്ചി എനിക്ക് കേക്ക് ചെയ്ത് തന്നത്. എന്തായാലും നല്ല അടിപൊളി കേക്ക് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്ക് എല്ലാവരും അച്ഛനും അമ്മയ്ക്കൊക്കെ പരസ്പരം കേക്കൊക്കെ കൊടുത്തു. തിരിച്ച് അച്ഛൻ്റെ അനിയന്മാർക്ക് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. അച്ഛനും തിരിച്ചും കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അച്ഛൻ എന്താ പൊന്നാട അണിയിക്കണം, അച്ഛനും അമ്മേനെയും പൊന്നാട അണിയിക്കണം കേട്ടോ, അച്ഛനും അമ്മയും. പിന്നെ അതാ ഓരോരുത്തരായിട്ട് വന്നിട്ട് പൊന്നാട അണിയിക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ കേക്ക് കട്ട് ചെയ്താൽ പിന്നെ അത് എല്ലാവർക്കും സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് സരിതേച്ചി. അപ്പൊ സരിതേച്ചി അച്ഛനും അമ്മയ്ക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്താണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു സരിതേച്ചി. പിന്നെ അച്ഛന്റെയും അമ്മയുടെയും എന്റെയും എല്ലാവരുടെയും ക്ലോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചേക്കാളും ഭംഗിയായിട്ട് പരിപാടി നടത്താൻ എന്തായാലും എല്ലാവരും സഹകരിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആഘോഷമാക്കിയിട്ട് പിറന്നാൾ കഴിച്ചു കേട്ടോ. പിന്നെ അതാ 2 കൂട്ടം പായസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. എനിക്ക് വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ എൻ്റെ മൊബൈലിൽ ഞാൻ പകർത്തിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുട്ടി സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.